അല്ലേരി സാഹിബ് എത്ര കാലായി ഈ പ്രമാണം ചോദിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അമലുകളൊക്കെ വെട്ടിക്കുറച്ച് ചുരുക്കി അവരെ ഒന്നുമല്ലാതാക്കി വെക്കുന്നത് എന്തിനാന്ന് തോന്നുന്നു ഈ ഉസ്താദെ, ഇത് മരിക്കുന്നവരാ ചോദിക്കും. മൊയ്ലിയന്മാർ കൊണ്ടുവരുന്ന കളവുകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. മൊയ്ലിയന്മാർ നിങ്ങൾ പറയുന്നതിന് പ്രമാണം എവിടെ? അതല്ലാതെ വേറൊരു വർത്താനം പറഞ്ഞാൽ മുസ്ലിങ്ങളെ മൊയ്ലിയന്മാരെ ഷറിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒറ്റ ഒന്നുകൊണ്ടേ മൊയ്ലിയന്മാരെ എത്തുന്ന മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും. മൊയ്ലിയന്മാരെ നിങ്ങൾ പറയുന്നതിന് പ്രമാണം എന്താ? അതിന് മൊയ്ലിയാറെ ഇങ്ങക്ക് വെറുപ്പിടിച്ചിട്ട് കാര്യമില്ല. പ്രമാണം പറയണം. അള്ളാന്റെ ദീന് പറയുമ്പോൾ എന്ത് ചെയ്യണം? പ്രമാണം പറയണം. ബാക്കി പറ. അതെങ്ങനെയാ മതിയാക്കുക? മരിക്കുന്ന അന്ത്യശ്വാസം വരെ, CK കല്ലേരിയുടെ അന്ത്യശ്വാസം വരെ പ്രമാണം ചോദിക്കും. നിങ്ങൾ വിചാരിച്ച നിങ്ങളെ വെറുതെ വിടുന്ന? ഒരൊറ്റ മൊയ്ലിയാറേയും വെറുതെ വിടൂല. മൊയ്ലിയന്മാർ എന്തോ പറയുമോ അതിന് പ്രമാണം കൊണ്ടുവരണം. തൊള്ളേ തോന്നെ വിളിച്ചു പറയാ ഇത് രാഷ്ട്രീയമല്ല, ഇത് മതസംഘടനയാണ്. മതം പറയുമ്പോൾ മൊയ്ലിയാറെ എന്ത് ചെയ്യണമെന്നോ? പ്രമാണം പറയണം. തൊള്ളേ തോന്നിയ വിളിച്ചു പറയാനുള്ള സ്ഥലം ഇസ്ലാമല്ല. പിന്നെ എന്തെങ്കിലും 5 വക്ത് നിസ്കരിച്ചിട്ട് സലാത്തും ദിക്റും ജീവിക്കുന്നു. അത് സലാത്തും ദിക്റും ചൊല്ലി ജീവിക്കണമെങ്കിൽ അതിൻ്റെ പ്രമാണം എവിടെ പ്രമാണം? നിങ്ങൾ ചെല്ലുന്ന സലാത്തും ദിക്റിനും പ്രമാണം എവിടെ? കൊണ്ടുപോവാ. ഞങ്ങൾ ചെല്ലാൻ തയ്യാറാണല്ലോ. ഈ പ്രമാണം എന്നൊക്കെ ചോദിച്ച് ഈ മുസ്ലിങ്ങളെ, ഈ പാവങ്ങളെ എന്തിനാ നിങ്ങൾ വഞ്ചിക്കുന്നതേ? ഞങ്ങളെ പ്രമാണം ചോദിക്കുന്നത് കേട്ടവരൊക്കെ മുസ്ലിങ്ങളായി. അത് ശരിയാണല്ലോ. മൊയ്ലിയന്മാർ പറയുന്ന കളവിന് പ്രമാണം വേണമല്ലോ. അല്ലേ മൊയ്ലിയന്മാർ ഇങ്ങനെ കളവ് പറഞ്ഞ് മുസ്ലിങ്ങളെ പറ്റിക്കുന്ന ആണല്ലോ. പ്രമാണം ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് ഭൂരിപക്ഷം ആൾക്കാരും ഇസ്ലാമിലേക്ക്, മുസ്ലിങ്ങളിൽ നിന്ന്, സമസ്തക്കാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്നത്. പ്രമാണം ചോദിക്കുന്ന കേട്ടപ്പോൾ അപ്പോഴാണ് മനസ്സിലായി മൊയ്ലിയന്മാരുടെ വഞ്ചനയിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ പ്രമാണം പറയണം മൊയ്ലിയന്മാർ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ്. ബാക്കി അവര് വല്ല കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടോ അല്ലെങ്കിൽ വല്ല കൂട്ടമായുള്ള സലാത്തോ? എങ്ങനെ കൂട്ടുപ്രാർത്ഥന? അതെന്നാ വലിയ കൂട്ടുപ്രാർത്ഥനക്കാരാ എതിർ പറഞ്ഞേ? കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, അതിനാണ് എതിര് പറഞ്ഞത്. അത് റസൂലും സഹാബിമാറും, റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാറും നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടില്ല. മാ അന അലൈഹി വ അസ്ഹാബി, அப்படியே നോക്കണ്ടേ? ഒരു കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാറ് ഫസ്റ്റിൽ ഞങ്ങൾ നടത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ച്? 5 നേരത്തെ നമസ്കാരത്തിന് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയത്ത് പ്രാർത്ഥനക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം 5 നേരത്തെ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനക്കും ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടും. മറ്റുള്ള പ്രാർത്ഥനകൾ പോലല്ല. ആ 5 നേരം എന്താ ചെയ്യേണ്ടി? അവനവന് പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കുക, അല്ലേ? ഈ പള്ളിയിൽ വന്ന് 100 ആള് പള്ളിയിലുണ്ട്, 100 ആൾക്കും പറയാനുള്ള ഒരു കാര്യം അല്ലല്ലോ. 100 ആൾക്കും 100 കാര്യങ്ങൾ അള്ളാഹിനോട് പറയാനുള്ളൂ. അത് തന്നെ ലോഹറിന് പറഞ്ഞോൻ്റെ അല്ല, ഓന് അസറിന് വിഷയം മാറിയിട്ടുണ്ടാവും. ഓൻ്റെ മകനോ ബാപ്പാക്ക് ഏറ്റവും പെട്ടെന്ന് നെഞ്ഞുവേദന വന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, ആശുപത്രിയിൽ ICUലായിരിക്കും അസറിനേക്ക്. അപ്പോൾ ഓനിക്ക് പറയാനുള്ള എന്താണ്? അള്ളാഹുവേ ICUയിൽ കിടക്കുന്ന എൻ്റെ ബാപ്പാനെ രക്ഷിക്കണേ, എൻ്റെ മോനെ രക്ഷിക്കണേ. അപ്പം ലോഹറിന് പറഞ്ഞല്ല അസറിന് പറയാണ്ടാവുക. അങ്ങനെ ഓരോരുത്തർക്കും 100 ആൾക്ക് 100 സമയത്ത് 100 പറയാനുണ്ടാവും. അതിന് മൊയ്ലിയന്മാർ വിടൂല. ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയം നമസ്കാരത്തിൻ്റെ ശേഷമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ സമയം ഓനെ പ്രാർത്ഥിക്കാൻ വിടൂല. ഓൻ്റെ കാര്യം അള്ളാഹിനോട് പറയാൻ ഈ പിഴച്ച മൊയ്ലിയന്മാർ സമ്മതിക്കില്ല. ഓല് കുത്തിരിഞ്ഞിട്ട് മനഃപ്പാടമാക്കിയ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ,
എന്നും അത് പറയും. ഈ കൗമ് പാവം കൗമ്, പാവം സമസ്തക്കാർ ആമീൻ 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 ഇത് പറയും. മറ്റേ മൊയ്ലിയാർ എന്താ പറഞ്ഞതെന്ന് മൊയ്ലിയാർക്കും തിരിയില്ല, ഈ കേൾക്കുന്നവനിക്കും തിരിയില്ല. ഓൻ അന്നേരം ചെയ്യേണ്ട കൂട്ടുപ്രാർത്ഥനയല്ല, അവനവന് പ്രാർത്ഥിക്കാനുള്ള പറയാൻ വേണ്ടി അള്ളഹാനോട്. ഓരോരുത്തനും ഓരോന്നാ പറയണ്ടാവുക, ഓരോരുത്തരും ഓരോ സമയം ഓരോന്നാ പറയണ്ടാവുക. ഇവന്റെ ഒന്നും ഒരു പ്രശ്നവും മൊയ്ലിയാർക്ക് അറിഞ്ഞൂടാ. മൊയ്ലിയാറെ കാണാണ്ട് പഠിച്ചു വെച്ച് പറയൂ, അതിന് കൗമ് ഈ ജാഹിലിങ്ങൾ ആമീൻ പറയൂ. ഇതല്ലേ കൂട്ടുപ്രാർത്ഥന? മൊയ്ലിയന്മാരെ ഓല വിടുകയെ, ഓലിക്ക് ഓരോരുത്തരുടെ പ്രശ്നമായിട്ട് അതാരോടും പറയാതെ മനസ്സിലിട്ട് സഹിക്കുകയാണ്. ഓല് പറയട്ടെ അള്ളഹാനോട് പറയാൻ പോലും മൊയ്ലിയന്മാർ നിങ്ങൾ അവരെ അനുവദിക്കുന്നില്ല. കണ്ട് മരിച്ചുപോയ കുഴിമാടങ്ങളിലുള്ളവരോട് പറയാനാണ് നിങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നത്. അള്ളഹാനോട് പറയാൻ നിങ്ങൾ വിടുന്നില്ല എന്ന് പറഞ്ഞ ഭയങ്കര സംഘടന മൊയ്ലിയാർ. എന്ത് ദ്രോഹം, നിങ്ങളത്ര ദ്രോഹം മുസ്ലിങ്ങളോട് ലോകത്തുള്ള ഒരു ഗവൺമെൻറ്റും ഒരു പാർട്ടിക്കാർ ആരും ചെയ്യുന്നില്ല. മുസ്ലിയാക്കന്മാരെ നിങ്ങൾ മുസ്ലിങ്ങളോട് ചെയ്യുന്ന അത്ര ദ്രോഹം ആരും ലോകത്ത് ചെയ്യുന്നില്ല. എന്തിനാ മൊയ്ലിയന്മാരെ ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഒരു അള്ളഹാനോട് പറയാൻ പോലും ഓല വിടുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദ്രോഹമാണ് മൊയ്ലിയാറെ ഇത്.